വയനാട്ടിൽ ആംബുലൻസ് ലഭ്യമാകാത്തതിനാൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ സംഭവത്തിൽ വിശദീകരണവുമായി എസ് പ്രൊമോട്ടർ. ആംബുലൻസ് തിരുനെല്ലിയിൽ പോയതായിരുന്നെന്നും തിരിച്ചെത്തിയാൽ ഉടൻ എത്തിക്കാമെന്ന് കുടുംബത്തെ അറിയിച്ചിരുന്നുവെന്നും പ്രൊമോട്ടർ മഹേഷ് 24നോട് പറഞ്ഞു. എന്നാൽ കാത്തുനിൽക്കാതെ മൃതദേഹം കൊണ്ടുപോവുകയായിരുന്നു. മുൻപ് താൻ കയ്യിൽ നിന്ന് പണമെടുത്താണ് ആംബുലൻസിന് നൽകിയത്, എന്നാൽ ഇതുവരെ അത് തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും മഹേഷ് പറഞ്ഞു. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആദിവാസി വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടാത്ത വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അപ്പോൾ അതിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പണി വിഭാഗത്തിൽ നിന്നുള്ള പ്രൊമോട്ടറായിട്ടുള്ള മഹേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മഹേഷാണ് ഇപ്പോൾ 24നൊപ്പം ചേരുന്നത്. അപ്പോൾ ആ വീട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. കാരണം വണ്ടി വിളിച്ചിട്ട് പല സമയത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നെങ്കിലും കിട്ടിയില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ എന്താണ് സംഭവിച്ചത് ആംബുലൻസിന്റെ കാര്യത്തിൽ? വിളിച്ചാൽ കിട്ടാതൊന്നും ഇരുന്നിട്ടില്ല. ഞാൻ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു രാവിലെ ഒരു 10 മണിക്ക് പോയിട്ട് 2 മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തലേദിവസം ഉണ്ടായിരുന്നു രാത്രിയിൽ. പക്ഷേ ആംബുലൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വിളിച്ച് ഏൽപ്പിച്ചിരുന്ന ആംബുലൻസ് 2 മണിക്കാണ് വന്നത്. 2 മണിക്കാന്ന് വെച്ചാൽ 2 മണിക്ക് വരാൻ വേണ്ടി ഉറപ്പിച്ചിരുന്നു. എന്നിട്ട് നമുക്ക് ആ സമയത്തിന് അവർ തീരുമെന്ന് അവരുടെ പരിപാടി തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ അതും തീർത്തില്ല. ആംബുലൻസ് 2 മണിക്ക് കിട്ടിയില്ല അല്ലേ? ആ ആംബുലൻസ് 2 മണിയാകുമ്പോഴേക്ക് റെഡിയാക്കാന്നാണോ കരുതിയിരുന്നത്? ആ ഒരു സമയം വെച്ചിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഡ്രൈവർ പറഞ്ഞു, എന്തായാലും ഇവരുടെ ഇത് പരിപാടി ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഏകദേശം 3 മണിയാവും. ആ സമയത്തിന് എത്താൻ പാകത്തിന് പോയിട്ട് വന്നോളാം ഞാനും പറഞ്ഞതാണ്. എവിടെ പോയിട്ട് വരാമെന്ന്? തിരുനെല്ലിയിൽ അവർ അവർക്കിപ്പോൾ രോഗിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ആംബുലൻസ് തന്നെ ആയിരുന്നു അത്? 3 മണിയാകുമ്പോഴേക്കും തിരുനെല്ലിയിൽ നിന്ന് തിരിച്ചു വരുമെന്നുള്ളതാണ് കരുതിയിരുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു പോയിക്കോളാൻ വേണ്ടി പറഞ്ഞു. ആംബുലൻസ് ഡ്രൈവർ എടുത്ത് പോയിട്ട് പോരെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയിട്ട് എത്തുന്നതിന് മുന്നേ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുനെല്ലിന് അവർ ഓടി എത്താൻ പറ്റും. ആ ഒരു സമയം ഡ്രൈവർ എന്നോട് പറഞ്ഞു 1 മണിക്കൂർ അതിനുള്ളിൽ ഞാൻ ഓടി എത്താം, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറയുമെന്ന്. ഞാൻ അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ പോന്നോളാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു വേറെ വണ്ടി വിടണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാം വണ്ടിയൊന്നും വേണ്ട, ആ വണ്ടി തന്നെ വന്നാൽ മതിയെന്ന്. ആ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഓട്ടോറിക്ഷ കയറി പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. അതെ അതെ. ഞാൻ പരമാവധി ഞാൻ വിളിച്ചു, മെമ്പറെ വിളിച്ചു. മെമ്പറെ അടുത്ത് പറഞ്ഞു കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയാം, വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെമ്പർ പറഞ്ഞു മെമ്പർ പറയാണ് അതൊന്നും ശരിയാവില്ല, എനിക്ക് പറ്റില്ലെങ്കിൽ നീ ഇട്ടിട്ട് പോയിക്കോ, നിൻ്റെ പണി ഞാൻ തെറിപ്പിച്ചോളാം. പണി തെറിപ്പിക്കലൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവർ ചെയ്തത് അവരുടെ ആൾക്കാരുടെ. എന്നിട്ട് അങ്ങനെ ആരാ പറഞ്ഞ? മെമ്പറാണോ? ആ മെമ്പറും പിന്നെ കൂടെ ഇവർ ഈ പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. അത് ഞാൻ വന്നു കഴിഞ്ഞ ശേഷമാണ് അവർ വരുന്നത്. ഈ പറയുന്നത് മെമ്പർ അന്നേരം അതിന് ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ മെമ്പറും പോയി. എന്നിട്ട് പിന്നെ എന്നെ കൊണ്ട് വരുത്തിയതാണ്. നാട്ടിൽ പറയുന്നത് 4 മണി വരെ കാത്തു നിന്ന് ആംബുലൻസ് എന്നിട്ട് വന്നില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല മൃതദേഹം എന്ന് പറയുന്നു. അതേസമയം പ്രൊമോട്ടർ പറയുന്നത് മറ്റൊരു രോഗിയെ കൊണ്ടുവരാൻ വേണ്ടി തിരുനെല്ലി ആംബുലൻസ് കൊണ്ടുപോയിരിക്കുകയായിരുന്നു, അത് വരാം എന്ന് പറഞ്ഞു, അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ഒറ്റ ആംബുലൻസ് മാത്രമേ ഉള്ളൂ എന്നൊരു ചോദ്യം അവിടെ നിൽക്കണം. മാത്രമല്ല ഈ പ്രൊമോട്ടറെ അങ്ങ് മാറ്റി എല്ലാം ഈ പ്രൊമോട്ടറുടെ തലയിൽ വെച്ച് കൈയൊഴിയാം എന്നാരും കരുതുകയും വേണ്ട.